നമസ്കാരം. ഇന്ന് ഇതുവരെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട 24 വാർത്തകളിലേക്ക് 24 ഹെഡ്ലൈൻസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ 179 മരണം. ദുരന്തം വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിലിടിച്ച്. വിമാനത്തിലുണ്ടായിരുന്നത് 181 പേർ. 2 പേരെ രക്ഷപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. അപകടത്തിൽപ്പെട്ടത് ബാങ്കോക്കിൽ നിന്ന് ദക്ഷിണ മുവാനിലേക്ക് സഞ്ചരിച്ച വിമാനം. അപകടത്തിലേക്ക് നയിച്ചത് ലാൻഡിംഗ് ഗിയറിന്റെ തകരാറെന്ന സൂചന. ദാരുണാപകടത്തിൽ മാപ്പ് പറഞ്ഞ് വിമാന കമ്പനി. ലജ്ജിച്ച് തലതാഴ്ത്തുന്നുവെന്ന് ജൈജു എയർലൈൻസ്. ബിഗ് ബ്രേക്ക്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. ബത്തേരി ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ. ഉടമ്പടി രേഖയിൽ പേരുള്ള പീറ്റർ ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തി. NM വിജയന്റെ മൂത്ത മകന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും അന്വേഷിക്കും. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ്. ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് CPIM. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. IC ബാലകൃഷ്ണൻ MLA തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. KPCCക്ക് നേരത്തെ തന്നെ കത്ത് നൽകിയിട്ടും അതിലൊരു ഇടപെടലുണ്ടാവുകയോ അതിലൊരു പരിഹാരമുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് KPCC നേതൃത്വവും സ്വാഭാവികമായിട്ടും ഈ ആത്മഹത്യക്ക് ഉത്തരവാദിയാണ്. KPCC നേതൃത്വത്തിനും അതുപോലെ തന്നെ IC ബാലകൃഷ്ണൻ MLAക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് കൂടെ CPM ആവശ്യപ്പെടുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. MLAയുടെ ഓഫീസിലേക്ക് നാളെ CPIM മാർച്ച്. സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് BJPയും രംഗത്ത്. DCC ട്രഷറർ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം BJP ആവശ്യപ്പെടുകയാണ്. തനിക്കെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്ന് IC ബാലകൃഷ്ണൻ MLA. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും IC ബാലകൃഷ്ണൻ. വ്യാജേന എഴുതി ചേർത്താണ്. അത്തരത്തിലുള്ള ഒരു സമീപനം ശരിയല്ല ഈ ജനാധിപത്യ സംവിധാനത്തിൽ. ഇതാര് പുറത്തു വിട്ടു, ആരിത് ഈ രേഖകൾ ഉണ്ടാക്കി, അവരെ കണ്ടെത്തേണ്ടത് അത് രാഷ്ട്രീയത്തിൻ്റെ മുഖമോ ജാതിയുടെ മുഖമോ മതത്തിൻ്റെ മുഖമോ നോക്കിയല്ല. ഇത്തരത്തിലുള്ള ക്രൂരമായ വികൃതമായ പ്രവൃത്തി ഉൾപ്പോരിൽ കൂടി നടത്തുന്ന ആരാണെങ്കിലും അവർ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പെരിയ ഇരട്ടക്കൊലപാതക കേസ് വീണ്ടും നിയമ പോരാട്ടത്തിലേക്ക്. 10 പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. ശിക്ഷാവിധിക്ക് ശേഷം മേൽക്കോടതിയെ സമീപിക്കാൻ തീരുമാനം. കേസ് നടത്തിപ്പിൽ കോൺഗ്രസിന് വീഴ്ച പറ്റിയെന്ന മുൻ DCC ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ. കോൺഗ്രസ് നേതൃത്വം ഈ കേസിനെ വേണ്ടുന്ന രീതിയിൽ ശക്തമായിട്ട് പിന്തുണച്ചിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നുള്ളത്. കാരണം ഒരു ചെറിയ കാശിന് വേണ്ടി പോലും 1000 വട്ടം പല നേതാക്കന്മാരെയും വിളിക്കേണ്ട ഗതികേട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ വേദന അത് അതികഠിനമായിട്ടുള്ള വേദനയാണ്. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം, ഇവിടുത്തെ MP ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു നയാ പൈസ. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടില്ലേ, MP രാവിലെ തന്നെ ലൈവ് ഇടുകയാണ്, ഞാൻ കല്യോട്ടേക്ക് വരികയാണ്. നിങ്ങൾ കണ്ടല്ലോ, കല്യോട്ട് സ്മൃതി മണ്ഡപത്തിലെത്തിയപ്പോൾ എത്ര കോൺഗ്രസ് പ്രവർത്തകരുണ്ടായത്. കാരണം എല്ലാവർക്കും ഈ ഒരു മാനസികാവസ്ഥ മനസ്സിലായി. ബാലകൃഷ്ണൻ പെരിയ പറയുന്നതും CPIM പറയുന്നതും ഒരുപോലെയാണെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും വന്നില്ല. CBI കോടതിയിൽ ആ കുറ്റക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ബാലകൃഷ്ണൻ പെരിയ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുനിന്ന് ബാലകൃഷ്ണൻ പെരിയക്ക് എന്തും പറയാം. ബാലകൃഷ്ണൻ പെരിയ പറയുന്നത് മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാലകൃഷ്ണൻ പെരിയ പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള വലിയ ഒരു പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോയിട്ട് അതിൻ്റെ വിജയമാണ്, കുടുംബം ഉൾപ്പെടെ. പിന്നെ ബാലകൃഷ്ണൻ പെരിയ പറയുന്നതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ വഞ്ചകൻ എന്ന ശരത് ലാലിന്റെ കുടുംബം. ഈ കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും തരംതാഴ രീതിയിൽ അയാൾ അധപ്പതിച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അയാൾ ഈ കേരളത്തിൽ വാദിച്ചതിൽ
ഈ വക്കീൽ പണി എടുത്തതിന് ശേഷം ഇത്ര നീചമായ ഒരു പ്രവൃത്തി ചെയ്തൊരു വക്കീൽ, ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ നമ്മോട് കാട്ടിയ അതിനുള്ള ഒരു പ്രത്യേക ശിക്ഷയാണ് അയാൾക്ക് ഈ സമൂഹം കൊടുത്തിരിക്കുന്നത്. CK ശ്രീധരൻ നമ്മുടെ അടുത്ത് പോയി, ഞാൻ ഇത്രയോ പടങ്ങൾ കാണിച്ചു തരാം, നമ്മളെ കൂടെ ഇരിക്കുന്നതും വേദി പങ്കിടുന്നതും അയാൾക്ക് പണം ഉണ്ടാക്കണം. പണം അത് ക്രിമിനൽ വാദം നടത്തി കഴിഞ്ഞാൽ മാത്രമേ പണം കിട്ടൂ. പക്ഷേ സത്യസന്ധമായി ഞങ്ങളൊന്നിച്ച് കൂടിയാൽ വലിയ പണമൊന്നും കിട്ടില്ലല്ലോ. ഇതേ മുൻകൂട്ടി കാണുന്നുണ്ടല്ലോ. അത് മുൻപേ ഈ സംഭവം നടന്ന ഉടനെ CBI വരുന്നു അറിയുമ്പോഴേ ഇവിടെ കച്ചവടം നടന്നു. പാർട്ടി വക്കീൽ എന്ന നിലക്ക് അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തതും. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ആസിഫ് അലിയെ സമീപിക്കുന്നത്. കള്ളങ്ങൾ ആർക്കും എന്തെങ്കിലും പറയാം, അതിലെ പ്രവൃത്തി തന്നെ മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിലുള്ള ആരോപണമെന്ന് CK ശ്രീധരൻ. കോൺഗ്രസ്സുകാരനായിരുന്ന എനിക്കെതിരെ അല്ലെങ്കിൽ KPCCയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന എനിക്കെതിരെ സ്വാഭാവികമായും ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ തന്നെ അവർക്കുണ്ടാകുന്ന വൈരാഗ്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. നിയമോപദേശം ഒരിക്കലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമോപദേശത്തിന് ബന്ധപ്പെട്ടവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏതെങ്കിലും ആളുകളോ എന്നെ സമീപിക്കുകയോ ഞാൻ കേസ് കാര്യങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇരട്ടക്കൊലക്കേസിൽ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ CPIM-ഉം നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടും പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിച്ചു നേതാക്കൾ. ഇരട്ടക്കൊലയിൽ CPIM-ന് ബന്ധമില്ലെന്ന് AK ബാലൻ. പോലീസ് അന്വേഷണത്തിന്റെ തുടർച്ച മാത്രമാണ് CBI-യുടേത്. കേസിലുണ്ടായത് നിയമപരമായ നടപടികൾ മാത്രമെന്നും AK ബാലൻ. ഇതിൽ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ഒരു പിന്തുണയോടുകൂടി നടന്ന കൊലപാതകവുമല്ല. ഇതിൽ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ശക്തമായിട്ടുള്ള നിലപാടാണ് പോലീസ് ആരംഭം മുതൽ എടുത്തിട്ടുള്ളത്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് CBI-യും കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരള പോലീസ് കാട്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ഇൻവെസ്റ്റിഗേഷന്റെ തുടർച്ചയാണ് CBI നടത്തിയിട്ടുള്ളത്. ശിക്ഷാവിധിക്ക് ശേഷം പ്രതികരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വരട്ടെ, എല്ലാം കൂടി വരട്ടെ. എന്തെങ്കിലും പറയാം, 3-ാം തീയതിക്ക് ശേഷം പറയാം. 3-ാം തീയതിക്ക് ശേഷം പറയാം കേട്ടോ. വിധി വരട്ടെ. ഡോക്ടർ മൻമോഹൻ സിംഗിനെ കേന്ദ്ര സർക്കാർ അപമാനിച്ചെന്ന ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. അമിത്ഷായുടെ വാഹനവ്യൂഹം വിലാപയാത്ര തടസ്സപ്പെടുത്തി. ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും എഴുന്നേറ്റില്ല. പൊതുജനങ്ങളെ ഒഴിവാക്കി. വേദിയിൽ കുടുംബാംഗങ്ങൾക്ക് നൽകിയത് 3 കസേരകൾ മാത്രമെന്ന് KC വേണുഗോപാൽ. അത് തിരിച്ചും തെറ്റായിട്ടുള്ള ബാലിശമായിട്ടുള്ള വിശദീകരണമാണ്. ഞങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ മഹത്തരമായ വ്യക്തിത്വത്തെ അതിനർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. ആ കുടുംബത്തിൻ്റെ അംഗങ്ങൾക്ക് പോലും ശരിയായ ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് പോട്ടെ, ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ, അവർക്ക് പോലും ഇരിപ്പിടം പ്രൊവൈഡ് ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകമായ സ്ഥലം അനുവദിക്കണം, അവിടെ ഫ്യൂണറൽ വേണം. ഇതെല്ലാം ഞങ്ങൾ കോൺടാക്ട് ചെയ്തതല്ല. ഞങ്ങളുടെ അധ്യക്ഷനടക്കം, കോൺഗ്രസ് അധ്യക്ഷനടക്കം പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് പറഞ്ഞതാണ്, കത്തെഴുതിയതാണ്. മരണത്തിൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയം കാണുന്നുവെന്ന് BJP-യുടെ വിമർശനം. കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ചുമതലയൊഴിഞ്ഞ് ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങി. ദേശീയ ദുഃഖാചരണമായതിനാൽ ഔദ്യോഗിക യാത്രയപ്പുണ്ടായില്ല. യാത്രയയക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയില്ല. സൗഹൃദ സന്ദർശനത്തിന് പോലും തയ്യാറാവാതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ഉന്നത ഉദ്യോഗസ്ഥരും രാജ്ഭവനിലെത്തി. കേരളവുമായുള്ള ബന്ധം ആജീവനാന്തം തുടരുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറുടെ കാലാവധി തീർന്നു, പക്ഷേ ബന്ധം തുടരും. കേരളവുമായി ഇനി ആജീവനാന്ത ബന്ധം ആയിരിക്കും. കേരള ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരം ആയ ഓർമ്മകളും കൊണ്ട് ആണ് പോകുന്നത്. നിങ്ങളെ എല്ലാം ഞാൻ എന്നും ഓർക്കും. കേരളത്തിലെ എല്ലാവർക്കും നല്ലത് വരട്ടെ. അവസാന ദിവസവും ഗവർണർക്കെതിരെ ടാറ്റ നൽകി പരിഹസിച്ച് SFI. പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ വ്യാഴാഴ്ച ചുമതലയേൽക്കും.
CPIM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കും പോലീസിനും രൂക്ഷ വിമർശനം. ദല്ലാൽ നന്ദകുമാറുമായി EP-യുടെ ബന്ധം പാർട്ടി പരിശോധിക്കാത്തത് എന്തെന്ന് പ്രതിനിധികൾ. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നുന്നത് പറയുന്ന G. സുധാകരനെ നിയന്ത്രിക്കണമെന്ന് പ്രതിനിധികൾ. പോലീസിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് പത്തനംതിട്ട ഇരവിപേരൂർ കമ്മിറ്റികൾ. പോലീസ് പരാജയമെന്നും നടക്കുന്നത് ഫോട്ടോയെടുപ്പും പെറ്റിയടിക്കലും മാത്രമെന്ന് വിമർശനം. നേതൃസ്ഥാനത്ത് കൂടുതലും അടൂരിൽ നിന്നുള്ളവരെന്ന വിമർശനത്തിന് പിന്നാലെ സമ്മേളനത്തിൽ ബഹളം. റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നു. പൊതുസമ്മേളനത്തോടെ ജില്ലാ സമ്മേളനം നാളെ അവസാനിക്കും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ CPIM-ൽ വിഭാഗീയത അതിരൂക്ഷം. പാർട്ടിക്ക് തലവേദനയായി DYFI വിട്ട നേതാക്കളുടെ സമാന്തര കൺവെൻഷൻ. വിമതർ പ്രകടനം നടത്തിയത് പാർട്ടി കൊടിയും തോരണങ്ങളുമായി. വിമതർ കൺവെൻഷൻ വിളിച്ചത് സമാന്തര യൂത്ത് സെന്റർ തുറന്നതിന് പിന്നാലെ. നേരത്തെ CPIM നേതാക്കളും സമാന്തര ഓഫീസ് തുറന്ന് ജില്ലാ നേതൃത്വത്തിനെ വെല്ലുവിളിച്ചിരുന്നു. കൂടുതൽ പേർ പാർട്ടി വിടുമെന്ന് വിമത നേതാക്കൾ. കഴിഞ്ഞ ഒരു 10-20 ദിവസം മുമ്പ് തോന്നിയതുപോലെ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് DYFIയുടെ ഒരു കൺവെൻഷൻ ഇവിടെ നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ DYFIയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ ഇവരൊന്നും ഈ കാര്യങ്ങൾ അറിയില്ല. അടുത്ത കാലത്ത് കോൺഗ്രസിൻ്റെയും BJPയുടെയും എല്ലാം പ്രവർത്തകരായിരുന്ന കുറേ ആളുകളെ ഇവരാണ് DYFI എന്നും പറഞ്ഞ് കുറേ DYFIയുടെ ആളുകളെ ഉപയോഗിച്ചിട്ട് കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് പോയാൽ ഇതൊന്നും അംഗീകരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവരിന്ന് യോഗം ചേർന്നിട്ടുള്ളത് DYFIയുടെ. ഉത്തരാവധ കേസ് പ്രതി സൂരജിന്റെ അടിയന്തര പരോളിനുള്ള ശ്രമം വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. അടിയന്തര പരോളിനുള്ള ശ്രമം പൊളിച്ച് ജയിൽ അധികൃതർ. അച്ഛന് ഗുരുതര രോഗമുണ്ടെന്ന് എഴുതി ചേർത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ കേസെടുത്ത് പൂജപ്പുര പോലീസ്. സൂരജിന് വ്യാജരേഖ ചമയ്ക്കാൻ സഹായിച്ചത് പുനലൂരിലെ ഉന്നതരെന്ന് ഉത്തരയുടെ പിതാവ് വിജയസേനൻ 24-നോട്. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതികൾ ശ്രമം നടത്തിയെന്നും ഉത്തരയുടെ പിതാവ്. 4-ാം പ്രതിയായ സൂര്യ കോടതിയിൽ നിന്ന് എക്സംഷൻ വാങ്ങി പുറത്തു പോകാനുള്ള അനുവാദം വാങ്ങിയിട്ട് കോടതിയുടെ പരിസരത്തും കോടതിയുടെ വരാന്തയിലും എല്ലാം ചുറ്റിപ്പറ്റി ഈ 3 ദിവസങ്ങളിലും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കോടതി കബളിപ്പിച്ചു. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഇവർ ജയിലിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖ പുനലൂർ ഈ കേസുമായി ബന്ധപ്പെട്ട് പുനലൂർ പ്രവർത്തിക്കുന്ന ഉന്നതവരാണ് ഇതിന് സഹായിച്ചിരിക്കുന്നത്. സൂരജന് ഇപ്പോഴും ക്രിമിനൽ സ്വഭാവമെന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് മോഹൻരാജ്. കോഴിക്കോട് ചേളന്നൂരിൽ ദേശീയപാതയ്ക്കായുള്ള മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പോലീസുകാരും നാട്ടുകാരുമായി വാക്കേറ്റവും സംഘർഷവും. കുന്നിടിച്ച് മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. 100% മണ്ണ് 90% കൊണ്ടുപോയി. ഇനി ഞങ്ങളെ ഭാവി നോക്കണം. ഞങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണം. ഇനി ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമല്ല. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയതാണ്. പക്ഷെ അത് പോലീസുകാരായി ഞങ്ങൾക്ക് സമരം നടക്കാൻ തന്നില്ല. ഓലെന്തിനാണ് ഇത് ഞങ്ങളെക്കുള്ള വരേണ്ട ആവശ്യമോ? ഓരോട് കൈക്കൂലി വാങ്ങിയിട്ടായിരിക്കും ഓല് ഞങ്ങളെക്കുള്ള ഇതാക്കുന്നത്. ഓലെ കൂടെ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ സമാധാനപരമായിട്ട് വന്നതാ. അപ്പോൾ ലോറി ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളെ മെമ്പറെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെല്ലാവരും കൂടി എതിർത്തത്. വനിതാ പോലീസ് ഇല്ലാതെ പോലീസുകാരാണ് ഞങ്ങളെ ആക്രമിച്ചത്. ഞങ്ങളെ ചവിട്ടി അങ്ങോട്ട് ഇട്ട് അടിക്കുകയും കൈകൊണ്ട് ഇടിക്കുകയും ചെയ്തിട്ടാണ് മെമ്പറെ കോഴീനെ വലിക്കുന്നവർ വലിച്ചിങ്ങോട്ട് ഇട്ടത്. ഇനി ഇവിടുന്ന് ഒരു തരി മണ്ണും എടുക്കാൻ പാടില്ല. ഇവിടെ ഈ പ്രദേശങ്ങൾ മുഴുവനും ഈ ഇതിൻ്റെ ഓണറെ വീടാണത്, തൊട്ടടുത്ത്. ആ വീട് പോകില്ലേ, ഒരു പ്രളയമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് വരുന്നുണ്ട്, അങ്ങനെ പോകും. പിന്നെ 15-ാം തീയതി വരെ കോടതി നിർത്തിവെച്ച സാധനം അത് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. അതിനെതിരായിട്ടാണ് ഇന്നലെ ഇവിടെ തുടങ്ങിയത്. അപ്പം ഇതൊരു ധിക്കാരായിട്ടാണ് വരുന്നത്. പ്രതിഷേധത്തിന് പിന്നാലെ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രദേശത്ത് റവന്യൂ, ജിയോളജി വകുപ്പുകൾ പരിശോധന നടത്തും. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി കൂടിക്കാഴ്ച നടത്തി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. കൂടിക്കാഴ്ചയിൽ മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായെന്ന സൂചന. ഒരുമിച്ച് നിൽക്കാവുന്ന മേഖലകളിൽ ഒന്നിച്ചു നിൽക്കുമെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. സൗഹൃദ സന്ദർശനമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുപോലെ തന്നെ അപ്രകാരമുള്ള സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഹൃദ്യമായ പങ്കുവയ്ക്കലുകൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്രകാരം ഒരു സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലായിരുന്നു ഇത്. ഇതിനകത്ത് രാഷ്ട്രീയമോ മറ്റ് ലക്ഷ്യങ്ങളോ ഒന്നും ഈ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല.
കാര്യങ്ങൾ തീർച്ചയായും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പരസ്പരം മനസ്സിലാക്കാനും ഒരുമിച്ച് നീങ്ങാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കാനുമുള്ള ഒരു ചിന്തകളാണ്. അത് ഈ ഒരു ചർച്ചയെ മാത്രമല്ല, കേരള സമൂഹത്തിൻ്റെ ഭാവിക്ക് അത് വളരെ ആവശ്യമാണ് എന്ന് ഞങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കും. മുൻപ് വിഷയത്തിലെ മെല്ലപ്പോക്ക് സർക്കാർ അവസാനിപ്പിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. അതിൻ്റെ പേരിൽ അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടാവാൻ പാടില്ല. അവിടെ കുടിപാർക്കുന്ന ആൾക്കാരുണ്ട്, 600 കുടുംബങ്ങളുണ്ട്. അവർ ഒരു സുപ്രഭാതത്തിൽ അവരവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വപരമായിട്ടുള്ള സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാന് 30 ലക്ഷം വിലയുള്ള പുതിയ കാർ വാങ്ങാൻ അനുമതി നൽകി ധനവകുപ്പ്. മുൻപുണ്ടായിരുന്ന കാർ ഓടിയത് 1 ലക്ഷം കിലോമീറ്റർ മാത്രം. ധനവകുപ്പ് ആദ്യം എതിർത്തെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ടതോടെ നിലപാട് മാറ്റി. മന്ത്രിസഭായോഗത്തിന്റെ കുറിപ്പ് പുറത്ത് ചെയർമാന് പുതിയ കാർ വാങ്ങാൻ പണം അനുവദിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും ആവശ്യപ്പെട്ടിരുന്നു. കായംകുളം MLA യു പ്രതിഭയുടെ വാദം തള്ളി എക്സൈസ്. മകൻ കനിവിനെതിരെ കേസെടുത്തത് കഞ്ചാവ് ഉപയോഗിച്ചതിനെന്ന FIR. കേസിൽ കനിവ് 9ാം പ്രതിയാണ്. FIRന്റെ പകർപ്പ് 24-ന്. മകനെതിരെ കേസെടുത്തെന്ന മാധ്യമ വാർത്തകൾ വ്യാജമെന്ന MLAയുടെ പരാമർശത്തിൽ മാധ്യമപ്രവർത്തകർക്കും കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി 24. മറയൂരിൽ ചന്ദനക്കടത്ത് കേസിൽ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ വനംവകുപ്പ്. മജിസ്ട്രേറ്റിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകും. ദേവികുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഇടപെടൽ അന്വേഷണത്തെ ബാധിച്ചെന്ന് വനംവകുപ്പിന്റെ പരാതി. ജാമ്യം കിട്ടിയ പ്രതികൾ കടത്താൻ ശേഖരിച്ച ചന്ദനം മാറ്റിയതായും ആരോപണം. കേസ് അന്വേഷണം സുതാര്യമാക്കാൻ കോടതി മാറ്റണമെന്നും വനംവകുപ്പിന്റെ ആവശ്യം. മറയൂർ DFO ഹൈറേഞ്ച് CCFന് റിപ്പോർട്ട് നൽകി. ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസിലെ അധ്യാപകർ ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകുമെന്ന സൂചന. 2 തവണ നോട്ടീസ് നൽകിയിട്ടും അധ്യാപകർ ഹാജരായിരുന്നില്ല. നാളെ ഹാജരായില്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് അന്വേഷണ സംഘം. MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. കരുവന്നൂർ ബാങ്കിൽ ഒരു വായ്പാ തട്ടിപ്പ് കൂടി പുറത്ത്. സ്ഥലമുടമ അറിയാതെ 35 ലക്ഷം രൂപ വായ്പയെടുത്തെന്ന പരാതിയിൽ ബാങ്ക് മുൻ മാനേജർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. മുൻ മാനേജർ ബിജു കരീമിനെതിരെയാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. നടപടി ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ഭൂമി ഏറ്റെടുക്കുന്നതിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് നടപടിയെടുക്കും. വീടുകൾ വാഗ്ദാനം ചെയ്തവരുമായി അടുത്ത മാസം ആദ്യം മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്നും K. രാജൻ. തൽക്കാലം നമുക്ക് ഭൂമി ഏറ്റെടുക്കുക, അവിടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതിനാണ് മുഖ്യ ശ്രദ്ധ കൊടുക്കുന്നത്. ബാക്കി കാര്യം നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട് ആലോചിക്കും. വസ്തുതാപരമായിട്ടുള്ളൊരു പിശക് കോടതിയുടെ ശ്രദ്ധയിലെടുത്ത ദിവസം തന്നെ കൊണ്ടുവരും. ബാക്കി കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കും. എന്തായാലും പുനരധിവാസം വൈകും എന്ന ഒരു ഭീതിയും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല. പ്രശസ്ത സീരിയൽ താരം ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമെന്ന് പോലീസ്. ഫ്ലവേഴ്സ് ചാനലിലെ പഞ്ചാഗ്നി സീരിയലിലൂടെ ഏറെ ശ്രദ്ധേയൻ. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിലെ വാഹനാപകടങ്ങളിൽ 4 മരണം. തൃശൂർ തിരുവല്ലോമലയിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് വയോധിക മരിച്ചു. കോഴിക്കോട് തൊണ്ടയാട് സ്കൂട്ടറുകൾ കൂട്ടി ഇടിച്ചുണ്ടായ അപകടത്തിൽ 64കാരൻ മരിച്ചു. കാസർഗോഡ് ദേശീയപാതയിൽ ഐങ്ങോത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 മരണം. കോട്ടയത്ത് ബസ്സുകൾ തമ്മിൽ മത്സരയോട്ടവും ജീവനക്കാരുടെ കയ്യാങ്കളിയും തുടർക്കഥയാവുന്നു. ബസ് സമയം മാറി ഓടിയെന്നാരോപിച്ച് ബസ് ജീവനക്കാർ നടുറോഡിൽ കൊമ്പുകോർത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവം കോട്ടയം കോടിമതയിൽ ഇന്നലെ വൈകുന്നേരം. സംഭവത്തിൽ കേസെടുത്ത് ചിങ്ങമനം പോലീസ്. Today 24 headlines പൂർണ്ണമാകുന്നു.